മറ്റത്തൂരിലെ വലിയ തോതിലുള്ള ഒരു സമാന്തര നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്തതാണ്. അവിടുത്തെ വിമത നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ TM ചന്ദ്രൻ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ്. പ്രസിഡന്റ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അവർക്ക് പിന്തുണ ഇരു വിഭാഗത്തിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഞാൻ രാജിവെക്കുന്നില്ല എന്നാണ് അവർ അതായത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നത് അവര് നിങ്ങളുടെ ഒപ്പമാണ്. അതായത് 8 അംഗങ്ങൾ വന്നു, അനന്ത് ഒഴിച്ച് അക്ഷയ് ഒഴിച്ച് ബാക്കി 8 അംഗങ്ങളും വന്നു. അപ്പൊ നിങ്ങൾ നടത്തിയ നീക്കം അതിൽ പ്രസിഡന്റ് രാജിവെക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു വിചിത്രവാദമല്ലേ? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും അവര് സ്വതന്ത്ര എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവർ മത്സരിച്ചതും അവര് പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ളതും. സ്വതന്ത്ര സ്ഥാനാർത്ഥി, സ്വതന്ത്ര മെമ്പർ എന്ന് തന്നെയാണ് അവർ പഞ്ചായത്തിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കല്ല, അല്ലെങ്കിൽ UDF സ്വതന്ത്രം എന്നുമല്ല, വെറും സ്വതന്ത്രം എന്ന് തന്നെയാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യത ആക്കാൻ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടുവരും കോൺഗ്രസ് എന്നുള്ളതാണ് KPCC ഇന്നലെ അറിയിച്ചിട്ടുള്ള കാര്യം. ഇവർക്കെതിരെ ടെസിക്കെതിരെ അവിശ്വാസം കോൺഗ്രസ് തന്നെ കൊണ്ടുവരാനിരിക്കുകയാണ്. അപ്പം എന്തായിരിക്കും KPCC അങ്ങനെ പത്രവാർത്തയിലൂടെ പറഞ്ഞതല്ലാതെ ഞങ്ങൾക്ക് നേരിട്ട് അറിയിപ്പ് കിട്ടിയിട്ടില്ല. അല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ മുൻപേ തന്നെ KPCC ഞങ്ങൾ അങ്ങോട്ട് അറിയിച്ചിരുന്നതാണ്. വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് ഞങ്ങൾ റോജി ജോണുമായി സംസാരിച്ച് അങ്ങോട്ട് അറിയിച്ചതാണ്. എപ്പോ വേണമെങ്കിലും അതെ അതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ധിക്കരിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരുന്നു. വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് ഞങ്ങൾ മുൻപേ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അവിശ്വാസം വരികയാണെങ്കിൽ അവിടെ ഈ BJP വോട്ട് വാങ്ങിയാണല്ലോ ടെസ്സി ജയിച്ചത്, ആ ടെസ്സിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യും? അത് പാർട്ടി പറയുമ്പോൾ പാർട്ടിയായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾ ഉചിതമായ നടപടി സ്വീകരിക്കും. അല്ല, അതില് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സംഘടനാപരമായി ഇപ്പോ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉത്ഭവിക്കാൻ കാരണം ഞാൻ മുൻപേ തന്നെ സൂചിപ്പിച്ചിരുന്നു. 3 സ്ഥാനം ഇപ്പൊ കൊടകര റഷീദാണ് 3 സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിപ്പോ 24-ാം തീയതിയിലെ കോർ കമ്മിറ്റി DCC പ്രസിഡന്റ് ആ കോർ കമ്മിറ്റിയിലേക്ക് എന്നെ പ്രത്യേകം വിളിച്ചു വരുത്തി. ജില്ലാ കോർ കമ്മിറ്റിയിൽ ഞാനില്ലാത്ത അന്ന് MP വിൻസെന്റ്, അബ്ദുറഹ്മാൻ കുട്ടി, KB ശശികുമാർ തുടങ്ങിയ KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റും പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈ അടയാളം അവർക്ക് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥി, നിങ്ങൾ 3 പേര്, അതായത് ഞാൻ നിർദ്ദേശിച്ച 3 പേര് തന്നെയാണ് സ്ഥാനാർത്ഥികൾ. പക്ഷെ കൈ അവർക്കാണ്. അതിലെ വിചിത്രവാദം ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു. പക്ഷെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൈ ചിഹ്നം പിൻവലിക്കാൻ നിവൃത്തിയില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. ഞാൻ പിൻവലിക്കാൻ കഴിയും എന്നുള്ളതിന്റെ വ്യക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകള് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഞാനത് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തി. അദ്ദേഹം DCC പ്രസിഡന്റിന് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശവും കൊടുത്തു. പക്ഷെ ആ തീരുമാനം എടുത്തില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ല, DCC ആഫീസിലേക്ക് അദ്ദേഹം കയറിയില്ല. അദ്ദേഹം താഴെ ഇരുന്ന് DCC പ്രസിഡന്റ് അന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്, താഴെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കുറച്ച് ആളുകൾ അയക്കുന്നുണ്ട്, അവർക്ക് ചിഹ്നം കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിരിക്കാം. എന്നോട് റഷീദ് തന്നെ പറഞ്ഞത്, ഞാനിപ്പോ അങ്ങനെ ആവശ്യപ്പെട്ടു, തന്നു. എന്നോട് ഈ വിമത വിഭാഗം എന്റെ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. റഷീദിന്റെ വീട്ടിൽ നിന്ന് ഇവർ യാത്രയാകുന്നതും അടക്കമുള്ള ഫോട്ടോഗ്രാഫ്സ് എന്റെ കയ്യിലുണ്ട്. അല്ല, മറ്റേ ഫ്ലാറ്റിന് ഒരു കാര്യമുള്ളത്, KPCC പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ടൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് മാത്രം രാജിവെച്ചുകൊണ്ട് KPCC പറഞ്ഞ ഫോർമുലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. KPCC ഞങ്ങൾ ആവശ്യം നിരാകരിച്ചു എന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിരാകരിച്ചു എന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുള്ളൂ. KPCCയുടെ മുൻപിൽ ഞങ്ങൾ ഈ റഷീദ് ഈ വിഷയം, അതായത് 3 ചിഹ്നം കൊടുത്ത വിഷയമടക്കം ഒട്ടേറെ പരാതികൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായി. ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവിടെ നടത്തിയില്ല, ഒരു പൊതുയോഗം നടത്തിയില്ല, കൊട്ടിക്കലാശത്തിൽ ഞങ്ങൾ പങ്കെടുത്തില്ല.
ഇത്രയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ 10 സീറ്റ് നേടിയതെന്ന് ഓർക്കണം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ കഴിഞ്ഞ തവണ രേഖ കാണിച്ചുള്ള ഞങ്ങൾ UDF സ്ഥാനാർത്ഥികൾ 24 സ്ഥാനാർത്ഥികളുടെയും നോട്ടീസ് അടിച്ചിറക്കിയ അതിൽപ്പെട്ട ആളാണ് ഔസേപ്പ്. ഔസേപ്പ് ഇത് ഞാൻ അടിച്ചതിന് ശേഷമാണ് പണം വാങ്ങി ആള് ഞങ്ങളെ ചതിച്ചു പോയത്. കൃത്യമായും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. ഞാനാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് എല്ലാ നേതൃത്വം കൊടുത്തത് ഞാനാണ്. അപ്പോ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം, മറ്റത്തൂരിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുന്നത് ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ BJPയുമായി ചർച്ച നടത്തി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന ചില രാഷ്ട്രീയ നാടകങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിപ്പോ അല്ല എന്ന് BJPക്കാരും പറയുന്നുണ്ട്. പിന്നെ അത് തെളിയിക്കാൻ വേറെന്താ മാർഗം? കൃത്യമായി BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ തമ്മിലൊരു ഡീലില്ലാന്ന്. ഞങ്ങൾ പറയുന്നു ഡീലില്ലെന്ന്. ഡീലില്ല എന്ന് ഉറപ്പിക്കാൻ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ഡീല് എങ്ങനെയാണ് സാധ്യമാവുക? ഒരു ഡീൽ എങ്ങനെ സാധ്യമാവുക? ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം CPMന്റെ ഈ തെറ്റായ സമയം അത് മൂടി വെക്കാനാണ് BJPയും ഞങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ടാക്കിയെന്ന് അവർ പ്രചരിപ്പിക്കുന്നത്.